സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. 2021 മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ ഒന്ന് അവലോകനം ചെയ്യാം. അന്ന് UDFിന്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ AKM അഷ്റഫ് BJPയിലെ K സുരേന്ദ്രനെ 745 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെടുത്തുന്നത്. നിലവിലത്തെ മണ്ഡലത്തിലെ വോട്ടേഴ്സിനിടയിലുള്ള അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളെ നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാം. LDFിനെ സംബന്ധിച്ച് പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ അനുകൂല അഭിപ്രായങ്ങളെ കഴിഞ്ഞും അല്പം മുകളിലാണ്. NDAയെ സംബന്ധിച്ച് ഏകദേശം അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ ഒരുപോലെയാണ്. എന്നാൽ UDFിന് ഇവിടെ വളരെ അനുകൂലമായ ഒരു കാര്യമുള്ളത് ജനങ്ങളുടെ ഇടയിലെ അനുകൂല പ്രതികരണങ്ങൾ പ്രതികൂല പ്രതികരണങ്ങളെ കഴിഞ്ഞും വളരെ മുമ്പിലാണ്. ഓരോ പാർട്ടിക്കും അനുകൂലമായും പ്രതികൂലമായും അവിടുത്തെ വോട്ട് ചെയ്യുന്ന വ്യക്തികൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഏവയൊക്കെയെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. UDFിനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ട് അവിടുത്തെ വോട്ടേഴ്സ് സംസാരിക്കുന്ന കാര്യങ്ങൾ വിജയസാധ്യത, UDF അധികാരത്തിൽ, സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം എന്നീ കാര്യങ്ങളാണ്. എന്നാൽ പ്രതികൂലമായി ജാതിമതാധിപത്യം, മതാധിഷ്ഠിത രാഷ്ട്രീയം, പണാധിപത്യം എന്നിവയാണ്. ഇനി NDAയെ സംബന്ധിച്ച് അനുകൂലമായി കേരളം മാറും, പൊതുജന സംരക്ഷണം, വിജയപാതയിൽ തുടങ്ങിയ കാര്യങ്ങളും, എന്നാൽ പ്രതികൂലമായി കുറയുന്ന ജനപിന്തുണ, വോട്ട് വിഭജിക്കൽ തന്ത്രം, പണാധിപത്യം തുടങ്ങിയ കാര്യങ്ങളുമാണ്. LDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഘടകം സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രാഭവം തന്നെയാണ്. എന്നാൽ പ്രതികൂലമായി വ്യാജമതനിരപേക്ഷത, പരാജയ സാധ്യത കൂടുതൽ, അവസരവാദ രാഷ്ട്രീയം എന്നീ കാര്യങ്ങൾ ചർച്ചയാകുന്നു. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങൾ ഏവയെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് നൽകിയ പ്രാധാന്യം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം. ഈ ഓരോ ഘടകത്തിലും ഓരോ പാർട്ടിയും എപ്രകാരം മുന്നിട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ മഞ്ചേശ്വരത്തിലെ വോട്ടേഴ്സ് 1ാം സ്ഥാനം കൊടുക്കുന്നത് LDFിനാണ്, 2ാം സ്ഥാനം NDAയ്ക്കാണ്. യുവജന പിന്തുണയുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്ത് NDA ആണ്, 2ാം സ്ഥാനത്ത് LDFും. മൂന്നാമതായി വോട്ടേഴ്സിന്റെ ഇടയിലെ വിശ്വാസ്യതയാണ്. ഇതിൽ UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്താണ്, NDA ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. നേതൃപാടവത്തിൽ NDA 1ാം സ്ഥാനം അലങ്കരിക്കുമ്പോൾ UDF 2ാം സ്ഥാനത്തും LDF 3ാം സ്ഥാനത്തുമാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഇതിലും UDF 1ാം സ്ഥാനത്താണ്, LDF 2ാം സ്ഥാനത്തും NDA 3ാം സ്ഥാനത്തുമാണ്. ജനങ്ങളുടെ ഇടയിലെ എല്ലാ ചർച്ചകളെയും അവരുടെ ഇടയിലെ വികാരങ്ങളെയും കൂട്ടിയിണക്കി സെമിയോട്ടിക്ക നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഞ്ചേശ്വരം UDFിന് നേരിയ മുൻതൂക്കം നൽകുന്നു. UDF 41% വോട്ട് വിഹിതം നേടിയിരിക്കും. NDA 40%, LDF 19% നേടുവാനാണ് ഏറ്റവും സാധ്യതയുള്ളത്. കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുടെ വിശകലനവുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.